വിഷു ആയിട്ടേ നീ കൂടെ കൂടിയത് മനസ്സിനകത്ത് നേരും നന്മയില്ലാത്ത ഒരുത്തിക്കൊപ്പോ. അതുകൊണ്ടേ അടുത്ത വിഷുവിന് മുൻപ് നിനക്ക് കേൾക്കാൻ പാടില്ലാത്ത പല വാർത്തകളും കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടനെ തകർക്കാൻ നോക്കിയവളാണ് ഇവള്. അങ്ങനെയുള്ള ഒരുത്തിയെ നീ എന്തുകൊണ്ടാ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ മൂത്താങ്ങളെ കരയിച്ച ഇവളോട് നിനക്ക് ദേഷ്യമായിരുന്നു. അത് നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിക്കൊപ്പം വിഷുവിന്റെ അന്ന് ആരെങ്കിലും അമ്പലത്തിലേക്ക് വരുവോടി? ഇവളാണല്ലോ ഇപ്പൊ ഈ അഹങ്കാരിക്ക് ശമ്പളം കൊടുക്കുന്നത്. അതിന്റെ നന്ദിയായിരിക്കും ഈ കാണിക്കുന്നത്. സ്വന്തം അമ്മയും ആങ്ങളമാരെയും മറന്നിട്ട് നീ ഇവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിനക്കെതിരെ വേണ്ട സമയത്ത് വേണ്ട മറുപടി ദൈവം തന്നോളൂ. അങ്ങനെ വരുമ്പോ മൊത്തത്തിൽ ഞാനങ്ങ് വാങ്ങിച്ചോളാം. അതിന്റെ പങ്ക് പറ്റാനേ നിങ്ങൾ ആരും വരേണ്ട കാര്യമില്ല. അടുത്ത വിഷുവിന് നീ അമ്പലത്തിലേക്ക് വരുമല്ലോ. അപ്പൊ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, നിന്റെ ഒക്കത്ത് ഒരു കുഞ്ഞും കാണുമല്ലോ. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ലോകത്താർക്കും അറിയില്ലെങ്കിലും ഇവൾക്കറിയാം. ആ കുഞ്ഞ് ആരുടെ ചോരയാണെന്ന്. നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പുണ്ടല്ലേ നിന്റെ കുഞ്ഞ് പോയത്. ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നേ അതിന് ഒരുപാട് അച്ഛനമ്മമാരുണ്ടെന്ന് പറഞ്ഞാ നിനക്കത് സഹിക്കാൻ പറ്റുമോ? അതിന് ദേ എന്റെ കരണമോള് ഇവളെ പോലെ കണ്ണീ കണ്ട ആണുങ്ങൾക്കൊപ്പേ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തി അല്ലടി. ഇപ്പൊ കണ്ണേട്ടനും ലക്ഷ്മിയേടത്തിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാ ഇവള് നമ്മുടെ കുടുംബത്തിൽ കഴിയുന്നത്. അല്ലെങ്കിൽ ജോലി പോലും ഇല്ലാത്ത ഇയാൾക്കൊപ്പം ഇവൾ ഒരു നിമിഷം പോലും കഴിയില്ലായിരുന്നു. ഇവളെ സ്നേഹിക്കുന്നതേ സമ്പത്തിനെയാ. അതുകൊണ്ട് ഉണ്ണേട്ടൻ സൂക്ഷിച്ചോ. നാളെ മടിയിൽ കനമുള്ള ഒരാള് ഇവളുടെ പിന്നാലെ വന്നാലേ ഇവളയാളെ ആട്ടിവിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഉണ്ണേട്ടനെ ആട്ടിവിട്ടിട്ട് ഇവൾ അയാളുടെ പിന്നാലെ പോവും. അമ്പലമായിപ്പോയി. അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ടും നിന്റെ കാരണത്ത് തന്നേനെ ഞാൻ. എന്നെ തല്ലിയാലേ നിന്റെ കവളിലും കാണും അതിലും വലിയ പാട്. വിഷു ആയിട്ടെ ഇങ്ങനെയുള്ള വില കുറഞ്ഞ സംസാരത്തിനൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ നിങ്ങളുടെ എല്ലാ സംശയവും തീരും. കേട്ടോ മോളെ ഇവള് പറഞ്ഞത്? അത് ശരിയായിരിക്കും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ചിലപ്പോ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്നതേ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയേക്കും. അതോടെ ഞങ്ങൾക്ക് മനസ്സിലാവും അത് അനന്തുവാണോ അതോ ഇവളുടെ ഭർത്താവാണോ അതോ മാർക്കോ ആണോ എന്നൊക്കെ. ലക്ഷ്മിയെടുത്ത് ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നവർക്കൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവകോപം എരന്ന് വാങ്ങാതെ പ്രാർത്ഥിക്കാനായിട്ടാ വന്നതെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവാൻ നോക്ക്. അതെടി, പ്രാർത്ഥിക്കാൻ തന്നെയാ വന്നത്. നീയൊക്കെ ഒരു കാലത്ത് നന്നാവരുതെന്ന് പ്രാർത്ഥിക്കാൻ. നീയൊക്കെ കേട്ടോടി, അമ്പലനടയിൽ വെച്ച് പറയാ. കണ്ണനെ പോലെ നന്മയുള്ളൊരു പയ്യനെ സങ്കടപ്പെടുത്തിയതിന് നിന്നെ കരയിക്കാൻ പോകുന്നത് മറ്റാരും അല്ലടി, നിന്റെ കുഞ്ഞു തന്നെയായിരിക്കും. മഞ്ജു, ഇനി ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. നല്ലൊരു വിഷുവാ, അത് വെറുതെ പാഴാക്കി കളയണ്ട. അതുകൊണ്ട് നീ വരാൻ നോക്ക്. അമ്മയാണ് എങ്കിലും പറയുക, ഈ പറഞ്ഞതൊക്കെ തിരിഞ്ഞു കൊത്താതിരുന്ന ഭാഗ്യം. വാ എടുത്തി. അമ്മയുടെ മോളുടെ കാര്യോ കഷ്ടം. അവൾക്ക് കൂറ് നമ്മളോടൊന്നുമില്ല. കണ്ണേറ്റിനോട് ഒരു സിമ്പതിയും ഇല്ല. മാസാമാസം അർഹതയില്ലാത്ത ഒരുത്തി കൊടുക്കുന്ന ശമ്പളത്തിലാ അവളുടെ കണ്ണ്. ഇതെല്ലാം കൂടെ പറഞ്ഞു വേണം മോളെ എനിക്ക് ദേവിയുടെ മുമ്പിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ. മോള് വാ. ഉണ്ണിയേട്ടൻ വരുന്നില്ലേ? ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാം. മോനെ, കരുണ പറഞ്ഞ പോലെ കുറച്ച് വൈകി വന്നാ മതി. ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾക്ക് ദേവിയോട് പറയാനുണ്ട്. ശരി, നിങ്ങൾ പോയിട്ടോ. വാ.
ദൈവത്തോട് പോലും എനിക്ക് ദേഷ്യം തോന്നുക. അതുപോലൊരു നാടക ഇവിടെ അരങ്ങേറുന്നത്.